வாங்குறதுக்கு வாங்கோ. டீ காப்பில உண்டுல்ல. போங்கோ போங்கோ. ഫുൾ മീൽസേ കൊടുക്കறாங்க. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം മരിക്കപ്പെട്ട ഒരു മലയാളി വേറെ ഇല്ല. എത്ര പ്രാവശ്യം എന്നെ കൊന്നത്? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ആ കൊന്നിട്ട് എന്നെ വിളിക്കണ് മരിച്ചാന്ന് ചോദിക്കാനായിട്ട്. എന്ത് വെറുപ്പീരായിരുന്നു. എനിക്ക് ചിരിയാണ് വന്നത്. എന്റെ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നേ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചത്തോന്നറിയാൻ വന്നാണല്ലടാ സഞ്ജയനോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ലീവ് എടുക്കായിരുന്നു. പക്ഷെ അവര് നിരാശപ്പെട്ടു പോയി. പുതിയ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നവരെ ഇപ്പോ അമ്മാവൻ തന്തവൈബ് എന്നൊക്കെയാണ് പുതിയ തലമുറ വിളിക്കുന്നത്. കാര്യം ചോദിക്കട്ടെ, പഴയ കാലഘട്ടക്കാരെ അമ്മാവനെന്ന അപ്പൂപ്പനെന്ന് എന്ത് വേണം വിളിക്കട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ പുതിയ ഈ 2K ചിൽഡ്രൻസ് എന്ന് പറഞ്ഞ ആൾക്കാരാണല്ലോ, അവര് എന്താണ് കണ്ടുപിടിച്ചേക്കണത്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചവരല്ല, അത് അവരുപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് അവരല്ല, അത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വർഗം. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അതാണ് ന്യൂജൻ. ഇവര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗേസ്, ഇവിടെ നല്ല ചായ കിട്ടും ഗേസ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. നമുക്കൊരു ക്യൂല് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈശ്വരനെ ഫസ്റ്റ് കാണാം. അമ്പലത്തിൽ ചെല്ലുമ്പോ ഭഗവാന് പായസവും പപ്പടവും ഒക്കെ കൊടുക്കണം. നമുക്കൊന്നും തന്നൂല. അത് ശരിയാ, അത് ശരിയാ. ഞങ്ങൾ രക്ഷിക്കണ എന്തെങ്കിലും ആഹാരം തന്നെ അത് കേൾക്കണമെങ്കിൽ പൈസ എഴുതണം. പുള്ളി ആരുടെയും ഭക്തി ഞാൻ കുറ്റം പറയല്ല. ഇതെല്ലാം കച്ചവടമാണെന്ന് മനസ്സിലായി. വിശ്വാസം നല്ല ഇങ്ങനെ ഊമ്പി തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാലോ. ഒരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ, ഒന്ന് മദ്യത്തിന്റെ. എന്ത് വൃത്തികേടായിരിക്കും. 18 കിലോമീറ്റർ ഉണ്ടാവും അത്ര ഒരു റൂം. എന്തിനാണ് നടന്ന് തൂറാനാ? നിങ്ങൾ അതിന് കിടക്കും. എന്താണ് നാളെ എന്തെന്നറിയാത്ത മനുഷ്യരുടെ ഉത്കണ്ഠയാണ് ഭക്തി. അത്രേ ഉള്ളൂ. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും. അധികാരം കിട്ടിയൊക്കെ കക്കും. അതിന് കോൺഗ്രസ് ഇല്ല, BJP ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. അച്ഛനോടുള്ള വാക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടി മരണം വരെ കോൺഗ്രസ് ആയിരിക്കുക. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് പ്രത്യേകത കോൺഗ്രസിനുള്ളത്? ഒരു പ്രത്യേകതയില്ല. തലവരെ പേച്ചുവാർത്ത എല്ലാം നല്ലപടിയാ പഠിച്ചത്. Yeah, I'm here to make you hurt. That's the only way I work.